ദിവസമല്ലേ നമ്മൾ നാടൊക്കെ വിട്ടിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാടും നാട്ടിലെ ഫുഡും ഒക്കെ മിസ് ചെയ്യൂലേ. ഞാൻ അങ്ങനെ നാട് വിട്ടു പോകുന്ന ആളുകളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, ഞങ്ങൾ ഇതിപ്പോ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ പഞ്ചാബിൽ നിന്ന് നേരെ നാട്ടിലേക്കുള്ള യാത്ര തിരിച്ചു കിട്ടും. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള നല്ല രസമുള്ള ഒരു ധാബ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് നല്ല അവരുടെ ഒരു ഒതന്റിക് ആയിട്ടുള്ള ആലു പൊറോട്ട കഴിച്ചു. ഞങ്ങൾ പൊതുവിൽ ഇപ്പൊ ലഞ്ച് കഴിക്കാറില്ല കേട്ടോ. എത്രത്തോളം പോകാൻ പറ്റുമോ അത്രത്തോളം പോകാം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആകെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ടേക്ക് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഡൽഹി മുംബൈ എക്സ്പ്രസ് ഹൈവേ കിട്ടിയിട്ടോ. ആ ഒരു സമയത്ത് ഞങ്ങൾ സ്വർഗത്തിലെത്തി ഫീൽ ആയിരുന്നു. കുറെ ചെറിയ ചെറിയ റോഡിലൂടെ ഓടിച്ചിട്ട് നേരെ അങ്ങോട്ട് എത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു തരം ഫീൽ ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പോയതിനു ശേഷം നമ്മുടെ രാജസ്ഥാന്റെ ചില ഗ്രാമങ്ങളിലൂടെ നമ്മളെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൂഗിൾ മാപ്പ്. ശരിക്കും നമ്മൾ രാജസ്ഥാനിലെ ആ ഒരു ഗ്രാമങ്ങളിലേക്ക് എത്തിയപ്പോഴല്ലേ അവരുടെ വസ്ത്രധാരണവും അവരുടെ രീതികളൊക്കെ കണ്ടിട്ട് ശരിക്കും ഞങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാരണം അവരൊരു ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നല്ല രസമുണ്ടല്ലേ. ആ ഒരു സ്കേർട്ടും ടോപ്പും പിന്നെ അവരുടെ കുറച്ച് ജ്വല്ലറി ഒക്കെ കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റോഡിലില്ല വണ്ടികളെക്കാട്ടും കൂടുതൽ പശുക്കളാണ്. ഇത്ര പശുവാണ് റോഡിലുള്ളത്. സത്യം പറയാലോ ഞങ്ങൾക്ക് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഏതെങ്കിലും ഒരു പശുവിനെ തട്ടുമോ എന്നുള്ളൊരു പേടിയായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഇന്ന് ഞങ്ങൾ ഒരു 738 കിലോമീറ്ററോളം കവർ ചെയ്തു കേട്ടോ. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഡ്രൈവ് ചെയ്തിട്ട് ഒരു വൈകുന്നേരത്തോട് കൂടിയിട്ട് ഞങ്ങൾ ഇന്ത്യയുടെ തന്നെ ഒരു എഡ്യൂക്കേഷൻ ഹബ് ആയിട്ടുള്ള കോട്ടയിൽ എത്തിയത്, രാജസ്ഥാനിലെ കോട്ടയിൽ എത്തിയത്. ഞങ്ങൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എയർബിഎൻബി ആപ്പ് വഴിയാണ് ഞാൻ റൂമൊക്കെ ബുക്ക് ചെയ്യാറുള്ളത്. അതിൽ നമുക്ക് നല്ല പാർക്കിംഗ് സൗകര്യമുള്ള അല്ലെങ്കിൽ കിച്ചണൊക്കെ ആവശ്യമുള്ള നല്ല അപ്പാർട്ട്മെന്റുകളൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ കരുതി എന്തായാലും രാജസ്ഥാനിൽ വന്നതല്ല, അപ്പൊ ഒരു രാജസ്ഥാനി താളിയൊക്കെ കഴിക്കാമെന്ന് കരുതി ഞാൻ സെർച്ച് ചെയ്ത സമയത്ത് രാജസ്ഥാനിൽ നമ്മൾ താമസിക്കുന്നതിന്റെ അടുത്ത് തന്നെ ഒരു മാർവാടി കഫേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് നല്ലൊരു ഒതന്റിക് രാജസ്ഥാനി താളി കഴിച്ചു കേട്ടോ. ഞങ്ങൾക്കൊക്കെ ആദ്യമായിട്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ്.